വേദപുസ്തകത്തിൽ പല സീസണുകളും തുറക്കപ്പെടുന്നത് ദൈവശബ്ദത്താലാണ്. In the Bible, God sends His word before He inaugurates a season. ദൈവശബ്ദം കൊണ്ടാണ്. It is by the word a season is inaugurated. ആ ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് സംഭവിക്കുമോ? We sometimes hear this word and wonder if this would happen. പക്ഷേ ദൈവം പറഞ്ഞതായതുകൊണ്ട് 100%. But because God said it, it's going to be 100% word. അത് നടന്നിരിക്കും. It shall happen. Come on, Pastor. വേദപുസ്തകം തുറക്കുമ്പോൾ ഉണ്ടായ ദൈവശബ്ദം ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്ന ദൈവശബ്ദമാണ് ഉളവാകട്ടെ. The Bible says in the beginning God said let there be light. ഉളവാകട്ടെ. Let there be. അതിന്റെ അർത്ഥം ഇല്ലാത്തതാണ്, പക്ഷേ ആ ശബ്ദം വന്ന ഉടനെ ചിലത് ഉണ്ടായി വന്നു. It simply means God's word is creative and can create those things that don't exist. ഇതുപോലെ എല്ലാ സീസണേയും തുറക്കുന്നത് ചില ദൈവശബ്ദങ്ങളാണ്. It is the word of God that inaugurates some seasons. നിങ്ങൾ എത്ര പേർ യോഹന്നാൻ സ്നാപകന്റെ കാലത്തെ കുറിച്ച് ബൈബിളിൽ വായിച്ചിട്ടുണ്ട്? How many of you have heard about John the Baptist in the Bible? അദ്ദേഹം തന്റെ സീസൺ തുടങ്ങുന്നത് ഒരു ദൈവശബ്ദവുമായിട്ടാണ്. He began his season by a word from the Lord. ആ ശബ്ദം ഇങ്ങനെയാണ്. And that word was, കർത്താവിന്റെ വഴി ഒരുക്കുവീൻ. He said prepare the way of the Lord. കർത്താവിന്റെ വഴി ഒരുക്കുവീൻ. Prepare ye the way of the Lord. ആ ശബ്ദവുമായിട്ടാണ് ആ സീസൺ തുടങ്ങുന്നത്. And that season inaugurated with that word, prepare ye the way of the Lord. ആ ശബ്ദം വന്നപ്പോൾ, and when that word came, അതിന്റെ പിന്നാലെ അത്ഭുതങ്ങളും ഉണ്ടായി. and there were miracles that attested that word. അതുപോലെ and similarly 2026 2026 ഗ്രേസ് ഫാമിലിക്ക് കർത്താവിന്റെ ദാസൻ നൽകിയിരിക്കുന്ന ദൈവശബ്ദം, the word that the prophet of God heard for Grace Family International, അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് സംഭവിക്കുമോ എന്ന്. when you hear this word you may wonder if this would happen. അങ്ങനെ ഒരു സംശയം ഉണ്ടായെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു. അതാണ് ദൈവശബ്ദത്തിന്റെ പ്രത്യേകത. It is the word of God that makes you think if it is possible or not. അടുത്ത 364 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ ടെസ്റ്റിമണികളുമായിട്ട് ഇവിടെ വരാൻ പോകുകയാണ്. And a few days until the end of 2026 you will come back here with testimonies. അദ്ദേഹത്തിന് ദൈവം കൊടുത്ത ദൈവശബ്ദം ഇങ്ങനെയാണ്. This is the word that the prophet received. നീ വിതയ്ക്കാത്തടത്തു നിന്ന് കൊയ്യാൻ പോകുകയാണ്. You are going to harvest from where you did not sow. ഇതുവരെ നീ കൊയ്തിട്ടില്ലാത്തതുപോലെ കൊയ്യാൻ പോകും. You are going to harvest like you have never harvested before. വിതയ്ക്കാത്തടത്തു നിന്ന് നീ കൊയ്യാൻ പോകും. You are going to harvest from you have not sown. ഇതാണ് ദൈവം കൊടുത്ത ശബ്ദം. This is the word that he received. ഞാൻ പറഞ്ഞില്ലേ, let me tell you, അത് കേൾക്കുമ്പോഴേ നമുക്കൊരു ഡൗട്ട് ഉണ്ടാകും. and sometimes you might wonder about this word. ഇതെങ്ങനെ സംഭവിക്കും? How is this possible? അതാണ് അത് ദൈവശബ്ദമാണെന്നുള്ളതിന്റെ ഒന്നാമത്തെ തെളിവ്. That is the first sign that this is the word from the Lord. അതിന്റെ അസാധ്യതകളുടെ നടുവിൽ ആമേൻ എന്നൊരാൾ പറയാൻ തയ്യാറാണ്. If you can say amen in the midst of impossibility, ദൈവം നിന്നെ അത്ഭുതകരമായിട്ട് നടത്തും. God is going to use you in this generation powerfully.